ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ഛൻ്റെ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് വരുന്നത് സ്കാറി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഗൈസ്, നമ്മൾ ഫോണിലാണ് കളിക്കുന്നത്. സാംസങ്ങിൻ്റെ ഒരു ഫോണിലാണ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് വരുന്നത്. ഗൈസ്, എൻ്റെ F90 Pro ആയിരുന്നു. ചുമ്മാ ഒന്ന് മാറ്റി വെച്ചിട്ട് ഗൈസ്, നമ്മൾ ഒരു F90 Proയ്ക്ക് അതൊക്കെ കളിക്കുകയാണെങ്കിൽ F90 27 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊക്കെ കളിക്കുക നല്ല സ്മൂത്ത് കിട്ടും. എൻ്റെ സാംസങ്ങിൻ്റെ A13 ആണ്. എന്തായാലും ഗൈസ്, അപ്പം നമ്മൾ നൈസായിട്ട് സ്ക്രീൻ റെക്കോർഡൊക്കെ ഓൺ ആക്കിയിട്ട് സെറ്റ് ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഒന്ന് കയറി പോവാണ്. നമ്മൾ ഒരു കൊറിയർകാരനായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഗൈസ്, എൻ്റെ കൂടെ ഇന്ന് എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ട്. ഗൈസ്, എൻ്റെ വീടിക്കകത്ത് അധികം വരാത്തതുകൊണ്ടാണ്. ഗൈസ്, എൻ്റെ ഗെയിം റൂമിലോട്ട് അനിയത്തിയുടെ കൂടെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിന്ന് കമ്പ്യൂട്ടറൊന്നുമല്ല കളിക്കുന്നത്, ലാപ്ടോപ്പിൽ അല്ലേ നമ്മളിന്ന് കളിക്കുന്നത്. സാധാരണ നമ്മൾ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്. ഗൈസ്, എന്തായാലും നമ്മൾ നൈസായിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ അണ്ണൻ ഇതിനകത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഗൈസ്, നമ്മളിതിനകത്ത് അണ്ണനുണ്ട്. ഇതിനകത്ത് നമുക്ക് എങ്ങനെയും എസ്കേപ്പ് ആണ്. നമ്മുടെ അണ്ണൻ വരുന്നതിൻ്റെ മുമ്പ് എങ്ങനെയും എസ്കേപ്പ് ആണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് വരുമ്പോൾ ചാടി തരും ഇവര് ഓണ്ടേ അണ്ണാ. പിന്നെ എന്നാ ഉണ്ട് അണ്ണാ പിന്നെ വിശേഷങ്ങളൊക്കെ? നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്. അണ്ണോ നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്. നമ്മൾ ഐസായിട്ട് കൂറി കയറി വിളിക്കാനായിട്ട് പോവാണ്. നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്. ഗീസ്, നമ്മൾ കട്ടിലടി കയറി ഹൈഡ് ആയിട്ടുണ്ട് അല്ലേ? ഗീസ്, നമ്മുടെ അണ്ണനുണ്ട്. നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ റൂം അളിയോ ഇവനെന്തോ ഗീസ് ഇങ്ങനെ കൂരിക്കും. അളിയോ എന്തോ ഇങ്ങനെ ഭയങ്കര പിരിപിരുത്തവനാണ്. എന്തായാലും ഇവൻ്റെ കൂടെ പോയി നോക്കാം. അണ്ണാ ഗൈസ്, അപ്പോൾ നമ്മുടെ അണ്ണൻ ഇപ്പോൾ വെളിയിലാണുള്ളത്. അതായത് നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ അണ്ണൻ ഇതിനകത്താണുള്ളത് തോന്നുന്നു. അണ്ണാ രാമുണ്ണോ ഗീസ്, ഞാൻ ഇതിനകത്ത് കയറി ഹേടിരിക്കുകയാണ്. ഗീസ്, ഇങ്ങനെ ഒറ്റപ്പെടുത്തുവാണ് നമ്മുടെ കഴുത്തിന് കയറിയിട്ട് ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ പിടിക്കും അല്ലേ ഗൈസ്? എൻ്റെ കഴുത്തിന് കയറി അങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കഴുത്തിന് വട്ട് പിടിച്ചോ കയറി വലിക്കുക. അതാണ് ഗൈസ് നമ്മുടെ ടാസ്ക്. കയറി വലിക്കുന്നത് ഭയങ്കര പാടാണ്. നമ്മുടെ ഇവൻ കഴുത്തെ കയറി വലിച്ചിട്ട് ഒറ്റ പിടിത്തമാണ് ഗൈസ്. അപ്പോഴത്തേനും നമ്മൾ ഡെഡാണ് ഗൈസ്. ഗൈസ്, ഈ സ്കാറി മനുഷ്യൻ എന്ന് പറയുന്ന ഗെയിം അധികം ആരും കളിച്ചിട്ടില്ല. എൻ്റെ ചാനലിൽ ഫസ്റ്റ് പാർട്ട് 1 ആണ്. ഞാനത് അധികം കളിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ആരെയും കളിച്ചിട്ടില്ല ഗൈസ് ഈ ഗെയിം അല്ലേ? ഗൈസ്, ഞാൻ ലാപ്ടോപ്പിൽ ഈ ഗെയിം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ നേരത്തെ കളിക്കുമായിരുന്നു. കുറേ ലാപ്ടോപ്പിൽ ഈ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ലാപ്ടോപ്പിൽ ഇതുപോലത്തെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എന്തായാലും എന്തായാലും വെള്ളിലോട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ വെള്ളിലോട്ട് ഇറങ്ങി. നമ്മുടെ അണ്ണൻ ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്. നമ്മുടെ അണ്ണന് ഭയങ്കര ബുദ്ധിയാണ്. അവൻ വന്ന് പെട്ടെന്നായിരിക്കും ഗൈസ് പിടിക്കുന്നത് അല്ലേ? സോ അവൻ പെട്ടെന്നാണ് വന്ന് പിടിക്കുന്നത് ഗീസ്. എൻ്റെ അനിയത്തി ഇന്ന് ഞാൻ ഗെയിം റൂമിലോട്ട് കേട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ കേട്ടിട്ടില്ല ഗീസ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ നമുക്കങ്ങ് വെളിയിറങ്ങിയാലോ ഗൈസ്? നമുക്കങ്ങ് വെളിയിറങ്ങി ഇവനെയൊക്കെ തട്ടണം ഗൈസ്. എനിക്കൊരു വെപ്പൺ പോലും കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവനെ ഒരു വെപ്പൺ പോലും ഇതിനകത്ത് വെക്കത്തില്ല ഗൈസ്. ഇവന് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നത് ഗൈസ്. ഞാൻ ഈ ഗെയിം ഈ റൂമിലെ ഡോർ തുറക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് തുറക്കാനുള്ള കീ കിട്ടിയില്ല. കീ കിട്ടിയപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുവാ കീ. അവൻ ഡോർ തുറന്ന് അകത്ത് കയറിയേ. ഞാൻ ഈസായിട്ട് ഈ കട്ടിലടി കൂടെ നിരങ്ങി അങ്ങ് പോയി. എങ്ങനെയൊക്കെയോ സ്കിഡ് ചെയ്ത് നിരങ്ങി അങ്ങ് പോയി. ഇപ്പോൾ അവിടെ എത്തി. വെളിയിറങ്ങി ഞാൻ ഓടി ഗൈസ്. അല്ലെങ്കിൽ ചെറിയൊരു സാധനം നമ്മൾ നടക്കുന്ന ഒരു സൗണ്ട് കേട്ടാൽ മതി, പുള്ളി അപ്പം വരും. എന്തായാലും നമുക്ക് എന്താ ഇറങ്ങിയാലോ ഒന്ന്. ഇവനൊന്നും ഞാനൊന്നും പേടിക്കത്തില്ല ഗൈസ്. ഇവനെന്ത് ചെയ്യാനാ നമ്മളെ നൈസായിട്ട് പോവാണ്. അളിയോ പിന്നെ എന്നാ ഉണ്ട് അളിയോ? നല്ല വിശേഷമാണോ അളിയോ? ചിലപ്പോൾ ചിലപ്പോൾ അവൻ അതിൽ അയ്യോ പണ്ടാര കേസിനെ കണ്ടില്ല വയസ്സ്. ഇവനെ ഞാൻ വന്ന് പിടിച്ച് ഞാൻ നെറ്റി പോയിസ് ഇവനെ വന്ന് പിടിച്ച വയസ്സ് എന്ത് ചെയ്യാനെന്ന് പറ. നശിച്ച ഒരു കാര്യം കേസ്. ഇവനെ കൊണ്ട ഇവനൊക്കെ എന്തോ ചെയ്യാനാന്ന് പറ.
ആ പണ്ടാര കാക്ക കൊണ്ട് തന്നെ ഇതിനകത്ത് പൂട്ടിപ്പിച്ചു ഗൈസ്. ഇതിനകത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? കോഴി കോഴി നമ്മൾ നൈസായിട്ട് ടി വി ഓണാക്കിയിട്ടുണ്ട്. ടി വി ഓണാക്കിയിട്ട് നമ്മൾ നേരെ പോയി ഹൈഡാകട്ടെ ഗൈസ്. എൻ്റെ ആദ്യത്തെ അപ്ഡേറ്റിൽ ഇതിനകത്ത് ടി വി ഒന്നും ഓണാക്കാൻ പറ്റത്തില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ നമുക്ക് ടി വി ഒക്കെ ഓണാക്കാൻ പറ്റും. ഒരു സ്വിച്ചിൽ പോയി നമ്മൾ അമർത്തിയാൽ നമുക്ക് ടി വി ഒക്കെ ഓണാക്കാനായിട്ട് പറ്റുന്നതാണ് ഗൈസ്. നേരത്തെ ഫസ്റ്റ് അപ്ഡേറ്റ് ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് അപ്ഡേറ്റ് ഒട്ടും കൊള്ളത്തിരുന്നു ഗൈസ്. ഇങ്ങനെ വേറെ ഒരു ഡ്രസ്സൊക്കെ ആയിരുന്നു ഗൈസിൻ്റെ ഡ്രസ്സൊക്കെ ആയിരുന്നു. എന്തുവാ ഒരു നിക്കറായിരുന്നു ഇങ്ങനെ നേരത്തെ ഇട്ടത് ഗൈസ്. ഇപ്പം ഇങ്ങനെ പ്രായമായിരുന്നു ഗൈസ്. നമ്മൾ പിന്നെ ഒത്തിരി ഹൊറർ ഗെയിംസ് കളിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. നമ്മളിപ്പോൾ ഹൊറർ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ ഇട്ടില്ല. നമ്മൾ ഗ്രാനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ജുലിക, സ്പൈഡർ ഹൊറർ മൾട്ടിപ്ലെയർ, ഗ്രാനി ഹൊറർ മൾട്ടിപ്ലെയർ, അങ്ങനെ കുറേ നമ്മളെല്ലാം കളിച്ചിട്ടുണ്ട് ഗൈസ്. മിനിമം നമ്മൾ ഫുൾ ഗെയിം നമ്മൾ കളിച്ചിട്ടുണ്ട്. ഹൊററായിട്ടുള്ള നമ്മുടെ മറ്റേ ഒരു ടീച്ചറിൻ്റെ ഒരു ഗെയിമുണ്ട്. അത് എന്തായാലും നമ്മൾ കളിച്ചിട്ടില്ല. നമ്മളിന്ന് 5-6 ഗെയിം കൊണ്ട് കളിക്കാത്ത ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ള ഗെയിം കളിക്കണം. നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ ഗെയിംസും കളിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ നൈസായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയി കുളിക്കാനായിട്ട് പോകാം ഗൈസ്. എൻ്റെ ഡേ 2 ആണിത്. ഇതിനകത്ത് കയറി ഞാൻ ഹൈഡായിട്ടുണ്ട്. ഗൈസ് ഇവൻ്റെ വീട് നോക്കി ആ പണ്ടാണ് ഗൈസ്. ഞാൻ ഇവിടെ വെറുതെ കൊറിയർ കൊടുക്കാൻ വന്നതാണ് ഗൈസ്. ഞാൻ അവിടെ നിന്ന് കൊറിയർ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇപ്പം വന്നതിന് ഒരു കാക്ക കൊത്തി എന്നെ ആത്തി. എന്ത് ചെയ്യാനെന്ന് പറയല്ലേ, ഒരു കാക്ക വന്നതിന് ഒറ്റ കൊത്താൻ സീനായിരുന്നു അത് അല്ലേ എന്താ സീനായിരുന്നു. ആ കാക്ക ഒറ്റ കൊത്തി ഗൈസ്. ഗൈസ് ഞാൻ വെറുതെ കൊറിയറുകാരനായിട്ട് വന്ന് ഇവിടെ കയറിയതാണ്. എന്ത് ചെയ്യാനെന്ന് പറയും ഇവൻ്റെ ഒരു കാര്യം ഗൈസ്. ഇവൻ്റെ